എൻ്റെ മോള് 10th പഠിക്കുന്നു. അനഘ എന്നാണ് പേര്. ഫസ്റ്റ് ഞാൻ ഇതിന് വിടാൻ തന്നെ കാരണം വീട്ടിൽ നിന്ന് ശല്യം ഒഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സമ്മറാണ്, കുട്ടികൾ മൊബൈൽ നോക്കിയിരിക്കും. അവളാണെങ്കിൽ ഭയങ്കര അടമൻ ക്യാരക്ടറാണ്. അങ്ങനെയൊക്കെ വന്നു. ഒരു ദിവസം ഇവിടെ വന്നു, എന്നോട് പറഞ്ഞു ഇനി ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു ഒരു 3 ദിവസം ക്ഷമിക്കും മാഡം, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. 3 ദിവസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയാം എനിക്കിനി ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ അവൾക്ക് ഇവിടുന്ന് കൊടുത്ത ഓരോ റെസ്പോൺസിബിലിറ്റീസും എനിക്ക് തോന്നുന്നു അവൾ 100%, പൊതുവേ അവൾ 100% എല്ലാത്തിലും ഇൻവോൾവ് ആണ്, ഒരു ടൈപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണത്. അതെല്ലാം 100% എൻ്റെ ടീം. ഇനിയിപ്പോൾ അവളുടെ ഫ്രണ്ടിനൊരു ടീമുണ്ട്, അതിനെന്താ എൻ്റെ ഫ്രണ്ടിൻ്റെ ടീമല്ലേ, എൻ്റെ ഫ്രണ്ടല്ലേ എന്നുള്ളൊരു മൈൻഡ് അവൾക്കൊന്ന് ഭയങ്കരമായിട്ട് എനിക്ക് പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ട്, അവനെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോയപ്പോഴും മാറിക്ക് അങ്ങനെ ഒരു പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പം അവൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ദേഷ്യപ്പെട്ട്, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്, അല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ അവളും അതുപോലെ തന്നെയാണ്, എൻ്റെ ക്യാരക്ടറാണല്ലോ അവൾക്കും കിട്ടുക. അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇവൾ എന്നെ പതുക്കെ അയ്യോ അമ്മേനെ കാണാൻ എന്ത് ഭംഗിയാണ് ഇപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ ഭംഗിയാണെന്ന് ഞാൻ അങ്ങനെ ചിരിച്ചു പോയി. എനിക്ക് എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് ഇപ്പോഴും ഓർമ്മയില്ല സത്യത്തിൽ, കാരണം പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവൾക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ട് വീട്ടിൽ പെരുമാറുന്ന രീതിയിൽ ഞാൻ പറയുമ്പോഴും അവൾ കുറച്ച് സോഫ്റ്റായിട്ടാണ് എന്നോട് ഇല്ല ഞാനിപ്പം മൊബൈൽ ഓഫ് ചെയ്തേക്കാം, കുഴപ്പമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് വ്യത്യാസം. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ചേഞ്ച്, ഭയങ്കര ഹാപ്പി, എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അവൾക്ക് വന്ന ഈ ചേച്ചി. ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. കാരണം ഇതൊക്കെ ഒരു ആരംഭശൂരത്വം എന്ന് പറയുന്ന പോലെ 10 ദിവസം കഴിഞ്ഞ് അത് ഡിസ്ചാർജ് ആയി പോകും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ സാറിനോടും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും അതിനൊരു ടെക്നിക്കും കൂടി ഞങ്ങൾ പാരൻസിന് പറഞ്ഞു. കാരണം ഇപ്പം നിൽക്കുന്ന ആ ലെവൽ അങ്ങനെ നിന്ന് പോയാൽ കൂടെ വളരെ നല്ലതായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു.